സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. നമ്മുടെ ഇതുവരെയുള്ള ഡിസ്കഷൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടായിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി ആയിരുന്നു. നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതൽ പോസ്റ്റ് മോഡേൺ പീരീഡ് വരെയുള്ള ഇംഗ്ലണ്ടിന്റെ ചരിത്രം പഠിച്ചു. അതുപോലെ ഓരോ മൂവ്മെന്റ്സ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഓരോ പ്രത്യേകതകൾ പഠിച്ചു. And we studied about major writers and major works who belong to each and every period in English literature. So now, coming to our topic of the day, it is history of Indian English literature. നമ്മൾ ഇതുവരെ പഠിച്ചത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇംഗ്ലീഷ് വളരെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ആണെങ്കിൽ പോലും കമ്പയർ ടു ദി ബ്രിട്ടീഷ് ഹിസ്റ്ററി നമുക്ക് അത്രമാത്രം ഒന്നും എന്തിൽ പഠിക്കാനില്ല, ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററിയിൽ പഠിക്കാനില്ല. മാത്രമല്ല, നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിട്ട് മേജർ ഓതേഴ്സ് അവരുടെ വർക്ക്സ് ഒരു നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുമുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെ തന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ എഴുതിയ വർക്ക്സ് മാത്രമല്ല നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ എന്തുകൂടെ ചെയ്യാം, നമുക്ക് നമ്മുടെ ഇന്ത്യൻസ് എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷുകാർ ചെയ്ത ക്രൂരതകളെ പറ്റിയിട്ട്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസത്തിനെ പറ്റിയിട്ട്, ബ്രിട്ടീഷുകാരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സഫറിങ്ങിനെ പറ്റിയിട്ട്, അവരെങ്ങനെയാണ് നമ്മളെ ലൂട്ട് ചെയ്തതിനെ പറ്റിയിട്ട്, അതിനൊക്കെ പറ്റിയിട്ട് ആർക്കും കൂടെ എഴുതാം, ഇന്ത്യക്കാർക്കും എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് നമ്മളൊരു പോസ്റ്റ് കൊളോണിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അവരുടെ ആ ഭാഷയിൽ തന്നെ പ്രതികരിക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ വർക്ക്സ് വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറും ഹെറിറ്റേജും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് വർക്ക്സ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന കുറെ വർക്ക്സ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ദർ ആർ മെനി ജോൺറാസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പക്ഷെ നമ്മൾ ഈ ഒരു സെഷനിൽ, ഇതൊരു സിംഗിൾ സെഷൻ ആണ്. ഈ ഒരൊറ്റ സെഷനിൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഞാൻ പറയുന്ന ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. കുറച്ച് റൈറ്റേഴ്സിന്റെ പേരും കുറച്ച് വർക്ക്സും ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. വേറെ ഒരു ഫാക്കൽറ്റി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു പോകുന്നത് അതിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്, ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. So talking about the history of Indian English literature, നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ ഒരു 4ഓളം സെഞ്ചുറീസ് ആയി. ദാറ്റ് ഈസ് ഒരു 17th സെഞ്ചുറി 18th സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഓക്കെ, ഒരു 17th 18th സെഞ്ചുറിയിലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇന്ത്യയിലോട്ട് കടന്നു കയറുന്നത്. ആൻഡ് that definitely happened because, or definitely happened as a part of the കൊളോണിയലിസം. കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലോട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ വരുന്നത്. വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ഇന്ത്യ, ടു each and every countries in the world, English came as a colonial language. കൊളോണിയലൈസേഷൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാഷ എന്നുള്ള രീതിക്കാണ് ഇംഗ്ലീഷ് ആദ്യമൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വി നോ ദാറ്റ് ദർ ആർ മെനി അതർ കൺട്രീസ് who were already colonized by Britain. ഇന്ത്യ മാത്രമല്ലല്ലേ ബ്രിട്ടൻ കോളനൈസ് ചെയ്തിട്ടുള്ളത്, വേറെ ഒരുപാട് ആളുകൾ ബ്രിട്ടൻ കോളനൈസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ യൂറോപ്യൻ കോളനൈസേഷന്റെ കീഴിലായിരുന്നു. പക്ഷെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ടേക്കിംഗ് ഓൾ ഓഫ് ദിസ് കൺട്രീസ്, ഇന്ത്യയിൽ മാത്രം ഇതിനൊരു എക്സ്ട്രാ ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഇന്ത്യ ഈസ് ഓൾറെഡി ആ മൾട്ടിലിംഗ്വൽ കൺട്രി. ഇന്ത്യ എന്താണ്, ഓൾറെഡി ഒരു മൾട്ടിലിംഗ്വൽ കൺട്രിയാണ്. മൾട്ടിലിംഗ്വൽ ഇൻ ദ സെൻസ് ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. സോ ഡെഫിനറ്റ്ലി ദ കോണ്ടെക്സ്റ്റ് ഇൻ ഇന്ത്യ വിച്ച് വാസ് ഫേവറബിൾ ഫോർ ബ്രിട്ടീഷ് ഇൻ എവറി വേസ്, എസ്പെഷ്യലി the kings who were there, the regional kings who were ruling India by the time when the Britishers came to India, they were fighting with each other.
ഇന്ത്യയിലുള്ള ഓരോ റീജിയണൽ രാജാക്കന്മാരും എന്ത് ചെയ്യായിരുന്നു, ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നതും ഇവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ആദ്യം കൊളോണിയലിസത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു ഇമ്പീരിയലിസം ആയിട്ട് മാറി. എന്താ കൊളോണിയലിസം ഇമ്പീരിയലിസം തമ്മിലുള്ള ഒരു മാറ്റം? കൊളോണിയലിസം എന്ന് പറയുന്ന സമയത്ത് അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കോളനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും മലയാളത്തിൽ പറയും കച്ചവടത്തിന് വന്നവർ കാര്യക്കാരായപ്പോൾ എന്ന് പറയും ബ്രിട്ടീഷുകാരെ പറ്റിട്ട്. So they first came to India as rulers. Sorry, they first came to India as business persons and then they became rulers in India. പിന്നെ ഇവിടുത്തെ ഇമ്പീരിയലിസ്റ്റുകളൊക്കെ പുറത്താക്കി ഇവര് ഇന്ത്യയിലെ റൂളേഴ്സ് ആയിട്ട് മാറി. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇതിലൊന്നും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരില്ല, എന്നാലും നിങ്ങൾക്കൊരു ഇപ്പൊ ചില ആളുകൾക്ക് ഐഡിയ ഉണ്ടാവും അല്ലെ, ചിലരൊക്കെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചില കുട്ടികൾ ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആളുകൾ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നു. ഇവരാദ്യം വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ്. സോ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഈ PPT നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് പ്രീ ഇൻഡിപെൻഡൻസും ഇൻഡിപെൻഡൻസ് പീരീഡും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡും ആയിട്ട് നമുക്ക് ഓവറോൾ ഒരു ഇന്ത്യയുടെ ഹിസ്റ്ററിന് എടുക്കാം. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പഠിക്കുന്ന പോലെ ഒരു 100,000 പീരീഡ്സ് ഒന്നുമില്ല, ആകെ ഒരു 3 പീരീഡ്സ് ആയിട്ട് ഇൻഡിപെൻഡൻസിന് മുൻപും ശേഷവും എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം. അതിൽ ആ ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ മുൻപുള്ള ഒരു സമയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ for the first time, this East India Company, they came to India around 1600. 1600ന്റെ പ്രത്യേകത എന്താ? ആർക്കെങ്കിലും അറിയോ 1600ന്റെ പ്രത്യേകത? ഒന്ന് ഞാൻ ഈ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, വി ഓൾറെഡി സ്റ്റഡീഡ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റൈറ്റ്. എന്തുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ഈ ഡിസ്കഷനിലോട്ട് വരുന്നത്? ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓൾറെഡി പഠിച്ച അവിടുത്തെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഡെഫിനറ്റ്ലി ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം ദിസ് പീരിയഡ് ദാറ്റ് ഈസ് സംവാട്ട് അറ്റാച്ച്ഡ് ആൻഡ് സംവാട്ട് കണക്റ്റഡ് വിത്ത് ദി ബ്രിട്ടീഷ് ഹിസ്റ്ററി. നമ്മൾ പഠിച്ച ആ ഓരോ കാലഘട്ടവുമായിട്ട് നമുക്ക് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ കാര്യങ്ങളും അല്ല, ചിലതെങ്കിലും ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നത് അറൌണ്ട് 1600 ആണ്. 1600 എന്തായിരുന്നു ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്? ക്യാൻ സംവൺ റിമെമ്പർ ഹൂ വർ ദ റൂളർ ഇൻ 1600 ഇൻ ബ്രിട്ടൻ? ആരെങ്കിലും ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്ത്. ആരാണ് 1600 നമ്മൾ ഫുള്ള് ഇംഗ്ലീഷ് എന്താ പറയാ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളുകളാണല്ലേ? ആരാ റൂളർ ആരായിരുന്നു 1600-ലെ? എലിസബത്ത് നെറന്റെ യെസ്, ആണല്ലേ. എലിസബത്ത് നെറ കഴിഞ്ഞ് ജക്കോബിയൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. യെസ്, 1558 എലിസബത്തിനെറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1558 തന്നെ ബ്രിട്ടീഷേഴ്സ് എല്ലാം പല രാജ്യങ്ങളും അവർ കോളനൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1600 നമുക്കറിയാം ആദ്യം ഇന്ത്യയിൽ വരുന്നത് ബ്രിട്ടീഷുകാരല്ല കേട്ടോ. അതിനു മുൻപേ തന്നെ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അറബ്സ് ഇവിടെ കോൺകർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പലരും വന്നു പോയിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇതിനു മുൻപ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നത് 1600-ലാണ്. ആ സമയത്ത് ഡെഫിനറ്റ്ലി എലിസബത്ത് വാസ് റൂളിങ് ഇംഗ്ലണ്ട്. ഓക്കെ, എലിസബത്തിന്റെ ഭരണം ഏതാണ്ട് അവസാനിക്കാനായിട്ടുള്ള ഒരു സമയമാണിത്. അപ്പം എലിസബത്ത് ആണ് ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഓട്ടോണമസ് ആയിട്ട് വരികയും പിന്നീട് ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കൺട്രോളിലായിരുന്നു. പിന്നീട് ഇത് ഇംഗ്ലീഷ് ക്രൗണിന്റെ കീഴിലായി മാറുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗണ് നേരിട്ടിട്ട് ഈ കൊളോണലൈസ് ചെയ്തിട്ടുള്ള കൺട്രീസിനെ ക്രൗണ് നേരിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഈ എലിസബത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ട്രേഡിംഗ് പോസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ ഒരുപാട് പോസ്റ്റുകൾ, അതുപോലെ ഒരുപാട് കോസ്റ്റൽ സിറ്റീസ്, ഇപ്പൊ ഇവിടെയുള്ള സൂറത്ത്, ഇന്ത്യയിലുള്ള സൂറത്ത്, സൂറത്ത് എവിടെയാണ്? ഗുജറാത്തിലാണ് സൂറത്ത്, അതുപോലെ ബോംബെ, അന്നത്തെ ബോംബെ ഇന്നത്തെ മുംബൈ, പിന്നെ മദ്രാസ്, അന്നത്തെ മദ്രാസ് ഇന്നത്തെ ചെന്നൈ, പിന്നെ കൽക്കട്ട, നൗ കൊൽക്കത്ത. സോ ഈ 4 സ്ഥലങ്ങളിലായിരുന്നു ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്ന സമയങ്ങൾ, അവർ ഇവിടെ എത്തിയിട്ടുള്ള ഒരു സമയത്ത്. അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ഈ സ്ഥലങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? എല്ലാം കോസ്റ്റൽ ഏരിയാസ് ആണ്.
കോസ്റ്റൽ ഏരിയാസ് മീൻസ് തീരപ്രദേശങ്ങളാണ്. ഞാനിപ്പോ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തീരപ്രദേശങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ കുറെ ട്രേഡിംഗ് പോസ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു ചാർട്ടർ ആക്ട് കൊണ്ടുവന്നു. ആര്? എലിസബത്ത്. ട്രേഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള പുതിയ കുറെ വേക്കൻസികൾ ഉണ്ടായിക്കൊണ്ട് ഒരു ചാർട്ടർ ആക്ട് കൊണ്ടുവന്നു എലിസബത്ത്. ഇതിന്റെ ഭാഗമായിട്ട് എന്തായിട്ട് മാറി? ഇന്ത്യയിലെ ഭരണം നേരിട്ട് ക്രൗണിന്റെ കീഴിലായിട്ട് മാറി. ആദ്യമൊക്കെ ഇവിടെ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇത് പഠിക്കുന്നത് എല്ലാ ഹിസ്റ്ററിയിലൂടെയും നമ്മൾ കടന്നു പോകുന്നില്ല. നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹിസ്റ്ററി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആദ്യമൊക്കെ ഇവരിവിടെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈസ് എ മൾട്ടിലിംഗ്വൽ കൺട്രി. ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷുകാര് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ്. മുൻപാണ് നമ്മൾ ഇത് പഠിക്കുന്നെങ്കിൽ പറയും ഇന്ത്യ അന്ന് അൺസിവിലൈസ്ഡ് ആയിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇന്ത്യ അൺസിവിലൈസ്ഡ് ആയതുകൊണ്ടല്ല, പക്ഷെ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ ഇന്ത്യ അൺസിവിലൈസ്ഡ് ആയിരുന്നു. അന്നും ഒരുപാട് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള തിയറിസ്റ്റുകൾ അടക്കം നമ്മൾ പിന്നീട് പഠിച്ച ഇംഗ്ലീഷ് ഗ്രാമർ, നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിന്റെ എന്തെങ്കിലും ബേസിക്സ് എങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, തിയറിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ പറയുന്ന തിയറീസ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവന്ന വ്യക്തി അത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ ഇന്ത്യൻ സാൻസ്കൃത് ലാംഗ്വേജിൽ നിന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അടിത്തറ കിട്ടിയിട്ടുള്ളത് എന്നാ പറയുന്നത്. സൊഷോർ എന്ന് പറയുന്ന ഗ്രാമാറ്റിസ്റ്റ് ഇന്ത്യൻ സാൻസ്കൃത് ലാംഗ്വേജിന്റെ ഗ്രാമർ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ തിയറി തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇവരുടെ പേഴ്സ്പെക്റ്റീവിൽ ഇവർ ഇന്ത്യയെ കണ്ടിട്ടുള്ളത് തികച്ചും അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ടും, അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷേഴ്സിന്റെ സഹായം ആവശ്യമായിട്ടുള്ള കുറച്ച് ആളുകളായിട്ടുമാണ് നമ്മൾ ഇന്ത്യക്കാരെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇവർ വന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഡെഫിനറ്റ്ലി ദേ കെയിം ആസ് സെല്ലേഴ്സ് ഓഫ് ഗുഡ്സ്. സോ ഇവർ വന്ന സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ട്രേഡിങ്ങിനും അഡ്മിനിസ്ട്രേഷനും വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടുത്തെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കല്ല, ഇവരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കുറെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അല്ല, ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ ഏറ്റവും എന്താ പറയാ കോസ്റ്റ്ലി ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ ചില പ്രത്യേക ഏരിയകൾ, അങ്ങനത്തെ ഏരിയകളിൽ മാത്രം നമ്മൾ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്ന് ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ള ഏരിയകളൊക്കെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഏരിയകളായിരിക്കും. സുഗന്ധദ്രവ്യങ്ങളായിട്ടും വെതർ വൈസ് ആയിട്ടും ഒക്കെ നല്ല ഭംഗിയുള്ളതും അതുപോലെ ഇവർക്ക് ജീവിക്കാൻ സുഖമുള്ളതുമായിട്ടുള്ള, ഇവർക്ക് നാട്ടിലേക്ക് പോയി വരാൻ സൗകര്യമുള്ളതായിട്ടുള്ള കോസ്റ്റൽ ആയിട്ടുള്ള ഏരിയകളും നല്ല ഭംഗിയുള്ള മലമ്പ്രദേശങ്ങൾ, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇവർ കുറെയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇംഗ്ലീഷ് ആദ്യമായിട്ട് ട്രേഡിനും അഡ്മിനിസ്ട്രേഷനും വേണ്ടി ഉപയോഗിച്ചു. ഒരു കഥ പോലെ മാത്രം ഇതൊക്കെ ഓർത്താൽ മതി. ട്രേഡിനും അഡ്മിനിസ്ട്രേഷനും വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ ആദ്യം ഉപയോഗിച്ചു. പിന്നീട് ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലോക്കൽ പോപ്പുലേഷനുമായിട്ട് ഇവരുടെ ഈ ഒരു ഭാഷ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് മാറി. എങ്ങനെയാ ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്നത്? കാരണം ഇവരുടെ ട്രേഡ് വികസിക്കുകയാണ്. when their trade is growing, when their business is growing, when they are trying to expand the East India Company in and around India, they really wanted some speakers in English who are locals. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവരുടെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പണികളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നാട്ടിൽ നിന്ന് വൈസ്രോയിമാരാവാനും ഇവരുടെ ഓഫീസർമാരാവാനും കുറച്ച് ഹയർ പൊസിഷനിലുള്ള ഓഫീസർമാരാവാനും ഡെഫിനറ്റ്ലി they will get people from their place, but they wanted some local peoples. നമ്മൾ ഇപ്പോഴും പറയുന്നില്ലേ ലോക്കലാണ് ആ സാധനം എന്ന് പറയില്ല. ആ ലോക്കൽ എന്ന് പറയുന്നൊക്കെ ഇവരുടെ ആ ഒരു ഭാഷയുടെ ആ ഒരു ഇൻഫ്ലുവൻസാ വന്നത്. ലോക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർ എന്നാണ്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടാണ്, അവിടുത്തെ നാട്ടുകാരെ നമ്മൾ ലോക്കൽ എന്ന് പറയുന്നത്. ഒരു ലൊക്കാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ലോക്കൽ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനൊരു കൊണോട്ടേറ്റീവ് മീനിങ് കൂടെ ഉണ്ട്. എന്താണ് ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനും കൊള്ളാത്തത് എന്നുള്ളൊരു അർത്ഥം നമ്മുടെ ഇവിടെ ഓൾറെഡി വന്നത്. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ഇവർക്ക് കുറച്ച് ലോക്കൽസിനെ വേണമായിരുന്നു. എന്തിന്? ഇവിടുത്തെ സാധാരണക്കാരുമായിട്ട് സംസാരിക്കാനല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കാതെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് എന്തായിട്ട് മാറേണ്ടി വന്നു? ഇംഗ്ലീഷ് ഇവിടുത്തെ ആളുകളെ കൂടി പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. ഇതിനോടുകൂടി ചേർത്ത് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം, the role of Christian missionaries. So right now when we talk about Christian missionaries, it's not just about selling goods, it's not just about looting India, it's not just about the business plans of East India Company.
Now it's a part of it becomes something related to the evangelization. എന്താ evangelization? Evangelization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറ്റുക. ആളുകളെ മതം മാറ്റുന്നതിന് വേണ്ടി ക്രിസ്ത്യാനിറ്റി ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി മിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ മിഷൻസ് ഏറ്റെടുത്തിട്ടുള്ള ആളുകളെ നമ്മൾ മിഷനറീസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ദീസ് ക്രിസ്ത്യൻ മിഷനറീസ് they were not just they didn't just come from England. They were missionaries from German. നമ്മുടെ ഇവിടെ പറയുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പോലെയുള്ള അവരുടെ സ്കൂളുകളൊക്കെ ഇന്നും ഇവിടെ ഉണ്ട്. BM പോലെയുള്ള ഒരുപാട് സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കുറെ മിഷനറീസ് ഉണ്ടായിരുന്നു. അപ്പം ഈ മിഷനറീസ് കൂടി വരുന്നതോടുകൂടി ഇന്ത്യയിലെ എഡ്യൂക്കേഷനിൽ ഒരു നാഴികക്കല്ലായിട്ട്, ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എന്തായിട്ട് മാറാണ് ഇവിടുത്തെ ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഒന്നുകൂടി ഇവരുടെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഡെവലപ്പ് ആവുക ചെയ്യുന്നത്, ഒന്നുകൂടി സിവിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഉദ്ദേശം സ്കൂളുകൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യക്കാരെ നന്നാക്കുക എന്നുള്ളതിലുപരി ഇന്ത്യക്കാർക്ക് വെറുതെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതല്ല. അതിനോടൊപ്പം തന്നെ ഇവാഞ്ചലൈസേഷൻ, കുറെ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മതം മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രിസ്ത്യൻ മിഷനറീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. They established schools aiming to spread Christianity and Western education. ക്രിസ്ത്യാനിറ്റിയും വെസ്റ്റേൺ എഡ്യൂക്കേഷനും സ്പ്രെഡ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറീസ് ഇവിടെ വരുന്നു. They translated religious texts into local languages and promoted English literacy. ഇവരെന്ത് ചെയ്തു, കുറെ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇൻക്ലൂഡിങ് ബൈബിളൊക്കെ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇന്ത്യയിൽ വരുന്ന ലോക്കൽ ലാംഗ്വേജിലോട്ട് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ്, യു ക്യാൻ സീ ദ ചാറ്റ്, നോട്ടിലുണ്ട് ഈ ഡീറ്റെയിൽസ് കേട്ടോ, വില്യം കാരി. ഓക്കെ, വില്യം കാരി ബൈബിള് പല ഇന്ത്യൻ ലാംഗ്വേജസിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റിമെമ്പർ ദ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ്. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. സോ അലോങ് വിത്ത് ദി ക്രിസ്ത്യൻ മിഷനറീസ് കംസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഈ ക്രിസ്ത്യൻ മിഷനറീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സ്കൂളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. ഈ മിഷനറീസിനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അതിനു മുൻപ് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനായിരുന്നു. ഇപ്പം മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മദ്രസ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഈ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെയും പാഠശാല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദെയർ. അപ്പം ഇതൊക്കെ ഇവിടെ ഒന്നും പൊതുവിൽ സ്ത്രീകൾ അലൗഡ് അല്ലായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും ഇല്ലായിരുന്നു. അപ്പൊ ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരുമ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് അതിന്റെ ഒരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ വുമൻ. At the beginning, it was very less in number, but later it became a trend. Women also started to attend schools. മാത്രമല്ല ഇവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിസ്ത്യൻ മിഷനറീസ് ഗേൾസ് സ്കൂളുകൾ തുടങ്ങി. ഓക്കെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗേൾസ് സ്കൂളുകൾ തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തു. സോ എഡ്യൂക്കേഷനിൽ ക്രിസ്ത്യൻ മിഷനറീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഓർത്ത് വെക്കുക. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ റൈറ്റേഴ്സ്. ഇന്ത്യയിൽ അതിനു മുൻപും എന്തുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റിയിട്ടല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പറ്റി മാത്രമാണ് നമ്മളുടെ ഡിസ്കഷൻ. ഇതിനു മുൻപേ ഭരതനും കാളിദാസനും ഒക്കെ ഇതിനു മുൻപ് തന്നെ ഇന്ത്യയിൽ എഴുതുന്നുണ്ട്. ഓക്കെ, എഴുത്തച്ഛനൊക്കെ ഇവിടെ എഴുതുന്നുണ്ട്. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരുന്നത് ഈ ഒരു സമയം മുതലാണ്. അപ്പം ഈ ഒരു സമയം സ്വാഭാവികമായിട്ടും സിൻസ് വെസ്റ്റേണേഴ്സ് ആർ ഹിയർ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇസ് പ്രൊവൈഡഡ് ഹിയർ, people in India started to have a little bit of connection. People of India started to read more about whatever happens in the world. കുറച്ചുകൂടി ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് കണക്ഷൻ വരുമ്പോൾ എന്താണ്, ചുറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി തുടങ്ങി. കുറെ വെസ്റ്റേൺ റൈറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു.
വെസ്റ്റേൺ ലിറ്റററി ഫോംസ്, നമ്മുടെ നോവൽ. ഓക്കെ, നോവൽ ഒരു വെസ്റ്റേൺ ലിറ്റററി ഫോം ആണ്. നമുക്കറിയാം ഒരു 17th സെഞ്ചുറിയിലാണ്, 1640-ലാണ് ആദ്യത്തെ ഒരു നോവലായിട്ടുള്ള പമേലൊക്കെ വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള പുതിയ ഒരു ട്രെൻഡ് ആയിട്ടുള്ള നോവലൊക്കെ ഇംഗ്ലീഷിലും, ഇവിടുത്തെ ഇന്ത്യൻ ഭാഷകളിൽ, മലയാളത്തിലടക്കം വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു ട്രെൻഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി, വെസ്റ്റേൺ റൈറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ചുരുക്കം ചില റൈറ്റിങ്സ് മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. ദേ വേർ വെരി ലെസ് റൈറ്റിങ്സ്. ബൾക്കായിട്ടുള്ള റൈറ്റിങ്സ് ഒന്നും ഇംഗ്ലീഷിൽ ഈ സമയത്തും വന്നിട്ടില്ല. ഓക്കെ, നൗ ഇനി 19th സെഞ്ചുറിയെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. നമ്മൾ ഓരോ സെഞ്ചുറി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് ദി 19th സെഞ്ചുറി. 19th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1800 മുതലുള്ള ആ ഒരു സമയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. 1801 മുതലാണ് 19th സെഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുന്നത്. 19th സെഞ്ചുറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഈ കൊടുത്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. യു ഷുഡ് study by heart now itself, by heart the year of Macaulay's Minutes on Education and also Wood's Dispatch year. മെക്കാളയുടെ മിനിറ്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. തോമസ് ബാബിങ്ടൺ മെക്കാളയെ പറ്റിയിട്ട് നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മെക്കാളയുടെ ഈ മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 1835-ലാണ് മെക്കാളയുടെ മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ വരുന്നത്. ഇതിനു മുൻപും കുറെ കമ്മിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സെറ്റിൽ ആവാത്തത് കാരണം ഒരു പുതിയ കമ്മിറ്റി ഇയാളുടെ ഒരു ചെയർമാൻഷിപ്പിൽ കൊണ്ടുവന്നതാണ് മെക്കാളയുടെ ഒരു എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കമ്മിറ്റി കൊണ്ടുവരാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഇംഗ്ലീഷ് ലേണിംഗ്, ഇവിടുത്തെ ഇന്ത്യക്കാരിൽ പറഞ്ഞതുപോലെ ഇവർക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യം വന്നു. അപ്പം ഈ എംപ്ലോയീസിന് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടെ ആയിരുന്നു മെക്കാളയുടെ ഈ ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. ഈ മിനിറ്റിൽ ഇയാൾ പറയുന്നത് പക്ക റേസിസം ആണ്. ഇറ്റ് ഈസ് ഹൈലി ആ റേസിസ്റ്റ് വർക്ക് എന്ന് നമുക്ക് മെക്കാളയുടെ ഒരു വർക്കായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് ഹൈലി ആ റേസിസ്റ്റ് വർക്ക്. എന്തൊക്കെയാണ് അതിൽ അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ പ്രൊമോഷൻ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് തോമസ് ബാബിങ്ടൺ മെക്കാളെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ലേണിങ്ങിനെ മാറ്റി വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് ലേണിംഗ് ഇവിടെ കൊണ്ടുവരണം. സാധാരണ ഇന്ത്യക്കാരുടെ കൾച്ചറിന്റെ മുകളിൽ ഇംഗ്ലീഷ് ലേണിംഗ് കൊണ്ടുവന്നിട്ട് അതിനൊക്കെ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ചെയ്യണം, അതിനെ ഇല്ലാണ്ടാക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ഇന്ത്യൻ കൾച്ചറോ ഇന്ത്യൻ കോൺസെപ്റ്റോ ഇന്ത്യൻ തിയറീസ് ഒന്നും വേണ്ട. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറച്ച് ഇന്ത്യക്കാര്, അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. He emphasized creating a class of Indians who were English in taste and intellect. രക്തത്തിൽ എന്തായിരിക്കണം, നമ്മൾ ഓൾറെഡി ഈ ഒരു കോട്ട് പഠിച്ചതാ. വെരി വെരി ഫേമസ് കോട്ട് ബൈ, വെരി കോൺട്രവേഴ്ഷ്യൽ കോട്ട് ബൈ മെക്കാളെ. Indians in blood but English in color, Indians in blood and color but English in taste and intellect എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷുകാരുടെ ടേസ്റ്റും ഇംഗ്ലീഷുകാരുടെ ഇന്റലക്റ്റും കുറച്ച് നല്ലതാണ്, ഇന്ത്യക്കാരുടെ കുറച്ച് മോശമാണെന്നാണ് അവിടെ അതിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് ആളുകൾ, കാരണം അവർക്ക് വേണ്ടത് കുറച്ച് എംപ്ലോയീസിനെയാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറച്ച് എംപ്ലോയീസിനെ മാത്രമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ആയിരുന്നു. പേർഷ്യൻ എന്ന് പറയാൻ കാരണം ഓൾറെഡി ഇവിടെ പേർഷ്യൻസ് വന്നുപോയി, പേർഷ്യൻസ് റൂൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. ഓക്കെ, so India was already under the rule of Persians. Many places in India were under the rule of Persian rulers. അപ്പം ഈ ഒരു പേർഷ്യൻ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്കി മാറ്റിയത് ആദ്യമായിട്ട് മെക്കാളയാണ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ ഇന്ത്യ became English. And the focus shifted to educating Indians in English to assist only in administration. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എന്തായിട്ട് മാറി, ഇവിടുത്തെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാൻ വേണ്ടി മാത്രം, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതായിട്ട് എന്ത് മാറി, ഈ പറയുന്ന എഡ്യൂക്കേഷൻ മാറി. അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള തികച്ചും റേസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് ആയിരുന്നു മെക്കാളേസ് മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ.
ഈ ഒരു മിനിറ്റ്സ് ആണ് കുറച്ച് കാലത്തോട്ട് അന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ളത് വുഡ്സ് ഡിസ്പാച്ച്. അതുപോലെ തന്നെ എന്നാലും കുറച്ചുകൂടെ എന്താ പറയാ, നമുക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു പുതിയ കമ്മിറ്റി റിപ്പോർട്ട്, അതാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. വേറെ ഒരു ആളി പറയുന്ന ആളുടെ പേരിൽ തന്നെയാണ് ഈ ഒരു കമ്മിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത് വെർനാക്കുലർ ലാംഗ്വേജ് ആയിരിക്കണം പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർനാക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതുപോലെ പ്രധാനമായിട്ട് ഇയാളൊരു നമ്മൾ നേരത്തെ മക്കാളയെ പറ്റി പറയുന്ന സമയത്ത് പറഞ്ഞു ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മുകളിലാണ്, ഇന്ത്യൻ ലാംഗ്വേജസിന്റെ മുകളിൽ ഇംഗ്ലീഷ് വേണമെന്ന്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത് വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്ന വെർനാക്കുലർ ലാംഗ്വേജ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്തായാലും കൊടുക്കണം. അതുപോലെ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ആയിരിക്കണം. അങ്ങനെയാണ് വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ട് പിന്നീട് ഒരു നല്ല ഇഫക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാള് ഫീമെയിൽ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ലെയ്ഡ് ഫൗണ്ടേഷൻ ഫോർ എ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഒരു മാഗ്ന കാർട്ട ആയിട്ടാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമെമ്പർ ഇറ്റ്സ് വുഡ്സ് ഡിസ്പാച്ച്. ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട ഇസ് വുഡ്സ് ഡിസ്പാച്ച്. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തിട്ടുള്ളത് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് വഴിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് PPT-യിൽ കാണുന്നത്. ഒന്ന് വെർനാക്കുലർ ലാംഗ്വേജിന് ഇയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഒന്ന് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. സ്ത്രീകൾ എന്താ പറയാ, ടീച്ചർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ പ്രൊവൈഡ് ചെയ്തു. അന്ന് വരെ ടീച്ചേഴ്സിന് ട്രെയിനിങ് ഇല്ല. ആരെങ്കിലും പഠിച്ച് അങ്ങനെ ടീച്ചർ ആവുക ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആളുകളെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ആളുകൾ തന്നെ വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത്. അപ്പം ടീച്ചർ ട്രെയിനിങ് ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മളിപ്പോ BEd ഒക്കെ ഇല്ലേ, അപ്പൊ അന്നത്തെ കാലം ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ചിലാണ്. പിന്നെ 3 യൂണിവേഴ്സിറ്റീസ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഈ ഒരു റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറയുന്ന ചാൾസ് വുഡ് എന്നാണ് ആളുടെ ഫുൾ നെയിം. ഈ 3 യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു ഡിസ്പാച്ചിന്റെ ഭാഗമായിട്ട്, ചാൾസ് വുഡിന്റെ ഡിസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് ഈ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണ്ട, എല്ലാം ഇപ്പൊ തന്നെ പഠിച്ചാവുക. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടും. കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണുള്ളത്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയുന്നുണ്ട്. 1857 ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 1854 വുഡ്സ് ഡിസ്പാച്ചിന്റെ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 1835 മെക്കാളയുടെ മിനിറ്റ്സിന്റെ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മെക്കാളയുടെ പോളിസി ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ഇൻ ഇന്റലക്ട് ആൻഡ് ടേസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഇൻ ബ്ലഡ് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. വുഡ്സ് ഡിസ്പാച്ച് ഫീമെയിൽ എഡ്യൂക്കേഷൻ, വെർനാക്കുലർ ലാംഗ്വേജ്, ടീച്ചർ ട്രെയിനിങ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 3 യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ, ദാറ്റ് ഇസ് കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഓക്കെ, ഈ 3 സ്ഥലങ്ങളാണ് ഇവരുടെ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ റൂളിംഗ് ഏരിയ എന്ന് പറയുന്നത്, റൂളിംഗ് ഡൊമൈൻസ് എന്ന് പറയുന്നത് ഈ 3 കോസ്റ്റൽ ഏരിയാസ് ആയിരുന്നു. കോസ്റ്റൽ ഏരിയാസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങൾ ഇങ്ങനെ സിറ്റി ആയിട്ട്, അന്ന് അവർ ഏത് സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റീസ് എന്ന് പറയുന്നതാണ് ഇതിലെ വേറൊരു പാരഡോക്സ്. ജസ്റ്റ് പേര് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. സ്റ്റിൽ മദ്രാസ് ഇസ് ചെന്നൈ റൈറ്റ് നൗ, ബോംബെ ഇസ് മുംബൈ, കൽക്കട്ട ഇസ് കൊൽക്കത്ത. ദാറ്റ് ഈസ് ജസ്റ്റ് ദ ഡിഫറൻസ്. ഇന്നും ഈ 3 സ്ഥലങ്ങളാണ് ഇവിടുത്തെ സിറ്റീസ്. അപ്പൊ ഇവിടെ ഈ രീതിക്ക് ആ സിറ്റീസ് ആണെന്ന് ഓർത്തിട്ട് ആ 3 സിറ്റീസിന്റെ പേര് ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് കാര്യം കൂടി ഈ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒന്ന്, ഈ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ മോഡൽ ചെയ്തിട്ട്, ഓക്കെ, ഓൾറെഡി ദർ ഇസ് എ യൂണിവേഴ്സിറ്റി ഇൻ ലണ്ടൻ. സോ ദീസ് 3 യൂണിവേഴ്സിറ്റീസ് വെയർ മോഡൽഡ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ മോഡൽ ചെയ്തിട്ടാണ് ഈ 3 യൂണിവേഴ്സിറ്റീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു 3 യൂണിവേഴ്സിറ്റീസ് വരുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പഠിപ്പിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഈ കോളേജസോ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അന്നില്ല.
ഈ 3 യൂണിവേഴ്സിറ്റീസ് വരുന്നതോട് കൂടിയാണ് ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അതോടുകൂടി ഇംഗ്ലീഷ് ബിക്കെയിം ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി സ്റ്റിൽ ഫോളോ. ഇന്നും നമ്മളുടെ ഹയർ എഡ്യൂക്കേഷന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് അല്ലെ. അപ്പൊ അന്ന് അവർ കൊണ്ടുവന്നതാണ്. ദ കരിക്കുലം ഇൻക്ലൂഡഡ് വെസ്റ്റേൺ ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് ഫിലോസഫി. വെസ്റ്റേൺ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സയൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഫിലോസഫി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ എന്തുകൊണ്ടാണ് ഈ 3 യൂണിവേഴ്സിറ്റികൾ വന്നത് ഇത്ര ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ച് ഇത്ര ഇമ്പോർട്ടന്റ്? നമ്മൾ ഇന്നും ഇംഗ്ലീഷ് തന്നെയല്ലേ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ഇത്ര 2 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ, 1854 വന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2-3 നൂറ്റാണ്ടാവുന്നു. അപ്പം ഇപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിലുപരി ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല. ഇനി ബംഗാൾ റിനൈസോൺസ്. എന്താണ് ബംഗാൾ റിനൈസോൺസ്? നമുക്ക് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ബംഗാൾ റിനൈസോൺസ് ആണ്. ബംഗാൾ റിനൈസോൺസിന്റെ പ്രത്യേകത, നമ്മളിപ്പോ ഈ പറഞ്ഞ സിറ്റികളിൽ ഒന്ന് കൽക്കട്ട ഇസ് ദയർ. അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട സെന്റർ ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. പിന്നെ ബംഗാളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഇന്റലക്ച്വൽസ് ഉള്ള, നമ്മൾ ഇന്ന് ഇവിടെ ബംഗാളി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡെറോഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടെങ്കിൽ പോലും, അറ്റ് എ ടൈം ദിസ് പ്ലേസ് വാസ് നോൺ ഫോർ ഇന്റലക്ട്സ് ഇൻക്ലൂഡിങ് രവീന്ദ്രനാഥ് ടാഗോർ, അതുപോലെ രാജാറാം മോഹൻ റോയ്. ഇങ്ങനെ ഒരുപാട് ഇന്റലക്ട്സിനെ നമ്മുടെ ഇന്ത്യയിലോട്ട് തന്നിട്ടുള്ള, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അന്നത്തെ കാലത്ത് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള, നല്ല മൈൻഡ് സെറ്റ് ഉള്ള, ഇപ്പോഴും കൊൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൾച്ചർ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴും അതിന്റെ ഒരു ശേഷിപ്പ് പോലെയാണ് കൊൽക്കത്ത സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു ബ്രിട്ടീഷുകാർ അന്ന് വന്ന സമയത്തുള്ള അതേ ഒരു ഹെറിറ്റേജ് സ്പേസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഒരു സ്ഥലമാണ് കൊൽക്കത്ത. അപ്പൊ കൊൽക്കത്ത, ബംഗാൾ അന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലിറ്റററി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ബംഗാൾ. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് നമ്മളിപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള റിനൈസോൺസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന പോലെ ഇവിടുത്തെ ഒരു ലിറ്റററി സെന്റർ എന്നുള്ള നിലക്ക് അവിടെ നിന്നാണ് ഏറ്റവും പുതിയതായിട്ടുള്ള സോഷ്യലി അവേക്കനിങ് തിയറീസും ഐഡിയാസും ഒക്കെ വന്നിട്ടുള്ളത് ബംഗാളിൽ നിന്നായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സോഷ്യൽ റിഫോംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ റിഫോംസ് ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഒരുപാട് കാസ്റ്റിന്റെ പേരിലും ക്ലാസിന്റെ പേരിലും ഒരു പാട്രിയാക്കൽ ഐഡിയാസിന്റെ പേരിലും ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്ന ഒരു ഇന്ത്യയാണ്. ആ ഒരു ഇന്ത്യയിലോട്ടാണ് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറെ ഇതൊക്കെ ശരിക്കും നമുക്ക് തന്നെ പറയാം. ബ്രിട്ടീഷ് ഇപ്പൊ മെക്കോള പറഞ്ഞതിൽ തെറ്റില്ല എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് വി വർ ഫോളോയിങ് സതി ഹിയർ. ഇപ്പൊ സതി പോലെയുള്ള അനാചാരങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെക്കോള പറഞ്ഞതിൽ തെറ്റൊന്നും നമുക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പോഴും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ അൺസിവിലൈസ്ഡ് ആണെന്ന് അയാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരി തന്നെയാണ്. അപ്പൊ സതി നടക്കുന്ന ഒരു സമയമാണ്. 1829 ആദ്യമായിട്ട് സതി അബോളിഷ് ചെയ്തത്. ഇപ്പൊ തന്നെ ഇയർ പഠിക്കുക. 1829 ഇന്ത്യയിൽ ആദ്യമായിട്ട് സതി അബോളിഷ് ചെയ്യുന്നത്. ഈ ഒരു സതി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ഒരു റിഫോമർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയിൽ സതി എന്ന് പറയുന്ന അനാചാരം ഇല്ലാണ്ടാക്കിയ വ്യക്തിയായിട്ടാണ്. സോ റിമെമ്പർ ദ നെയിം ഓഫ് രാജാറാം മോഹൻ റോയ്, ഹു ലെഡ് ദ റിഫോമേഴ്സ് ടു അബോളിഷ് സതി. ഓക്കെ. പിന്നെ സതി മാത്രമല്ല, റീമാരേജിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആക്ട് കൊണ്ടുവരാനും രാജാറാം മോഹൻ റോയ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സതി കണ്ടക്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് മാരേജ് ഒക്കെ നടക്കുന്നുണ്ട്. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ 7-8 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിക്കും വയസ്സന്മാർക്ക്. ഇവര് ചിലപ്പോൾ നാളെ കല്യാണം കഴിഞ്ഞ ആ ആഴ്ച തന്നെ ചിലപ്പോൾ ആള് തട്ടിപ്പോവും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ വിധവകൾ താമസിക്കുന്ന, അവർക്ക് മാത്രം താമസിക്കാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി മുടി മൊട്ടയടിച്ചിട്ട് ചില സത്രങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി കുടുംബത്തിനെ മൊത്തം ഉപേക്ഷിച്ച് ഈ 8-10 വയസ്സുള്ള പെൺകുട്ടികൾ, വിധവകളായിട്ടുള്ള പെൺകുട്ടികളുടെ ഇവരുടെ മരണം വരെ പുറം ലോകം കാണാതെ, സൊസൈറ്റിയെ നോക്കുക പോലും ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു
അവരുടെ ആ ഒരു സത്രത്തിന് പുറത്ത് ഭിക്ഷ എടുക്കാനല്ലാതെ ഇവർ പുറത്തിറങ്ങൂല. ഇനി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇവർ മുടി മൊട്ടയടിച്ചിട്ടുണ്ടായിരിക്കണം, അട്രാക്റ്റീവ് അല്ലാത്ത കോലത്തിൽ ഇവർ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, വൈറ്റ് ഡ്രസ്സ് ഇടണം, ഒരു ഓർണമെന്റ്സ് ഇവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊക്കെ പിന്നെ പോട്ടേന്ന് വെക്കാം, പക്ഷെ ഇവർക്ക് മധുരം കഴിക്കാൻ പോലും പാടില്ല. ഒരു മൂവി ഉണ്ട് ഇതിനെ കാണിക്കുന്ന, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ബാൻ ചെയ്യുക കൂടി ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് വാട്ടർ. ഒരു ദീപ മെഹ്ത്ത എന്ന് പറയുന്ന ഒരു ലേഡി ഡയറക്ട് ചെയ്തിട്ടുള്ള വാട്ടർ എന്ന് പറയുന്ന മൂവി കാണാൻ ശരിക്കും ഇതിന്റെ ഒരു എന്താ എത്രമാത്രം ഡിസ്റ്റർബിംഗ് ആണ് ഈ ഒരു വിഡോ റീമാരേജ് ഇല്ലാത്ത അവസ്ഥയും അതുപോലെ ഈ സതി എന്നൊക്കെ നമുക്ക് ആ മൂവി കണ്ടാൽ മനസ്സിലാവും. സതി ഇല്ലെങ്കിൽ പോലും ജീവിച്ചു കഴിഞ്ഞാലും ഈ സ്ത്രീകളുടെ ജീവിതം ഇതിലും കഷ്ടമാണ്. ഓക്കെ, സതി നടക്കുന്നില്ലെങ്കിലും ജീവിച്ചു കഴിഞ്ഞാലും, കാരണം ഇവർക്ക് ഒരിക്കലും റീമാരേജ് ചെയ്യാൻ പറ്റില്ല. ഇനി റീമാരേജ് ചെയ്യാത്ത വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ സൊസൈറ്റി വിൽ കൺസിഡർ ദം ആസ് സംതിങ് ഡെവിൽ, ഒരു ദുശകുനായിട്ടാണ് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആളെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി എന്നുള്ള രീതിയിൽ സൊസൈറ്റി ഇവരെ ടോട്ടലി ദേ വർ നോട്ട് ഏബിൾ ടു എൻ്റർ ടു ദി മെയിൻ സ്ട്രീം സൊസൈറ്റി. സോ വിഡോ റീമാരേജിന്റെ ആക്ട് കൊണ്ടുവന്നത് രാജാറാം മോഹൻ റോയിയുടെ ഇടപെടൽ കൂടിയായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സതിയുടെ അബോളിഷനും രാജാറാം മോഹൻ റോയിയുടെ ഇടപെടലിലൂടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് കൾച്ചറൽ ഫ്യൂഷൻ ആണ്. കൾച്ചറൽ ഫ്യൂഷൻ ഇൻ ദ സെൻസ് പുതിയ വെസ്റ്റേൺ ഐഡിയാസും ഇവിടുത്തെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറും തമ്മിൽ മിക്സപ്പ് ആയിട്ടുള്ള പുതിയ ഐഡിയാസും കോൺസെപ്റ്റ്സും ഒക്കെ ഉണ്ടായി തുടങ്ങി ഈ ഒരു സമയത്ത്. അതാണ് നമ്മൾ കൾച്ചറൽ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എമർജൻസ് ഓഫ് ന്യൂ ക്ലാസ് ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, അതാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി മാറ്റി എഴുതുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഗാന്ധിജി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഒരുപാട് പേര്, ഇങ്ങനെ ഒരുപാട് പേരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ക്ലാസ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ എമേർജ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഉണ്ടായി വന്നു ഈ ഒരു സമയത്ത്, എസ്പെഷ്യലി ആസ് ആൻ ഇഫക്റ്റ് ഓഫ് ദി ബംഗാൾ റിനൈസാൻസ്. ഇനി ബംഗാൾ റിനൈസാൻസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. രാജാറാം മോഹൻ റോയ്, നമ്മൾ നേരത്തെ പറഞ്ഞു രാജാറാം മോഹൻ റോയിനെ പറ്റിയിട്ട്. 1772 to 1833 ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് രാജാറാം മോഹൻ റോയിനെ വിളിക്കുന്നത്. ഇന്ത്യയിലെ സോഷ്യൽ റിഫോംസിനും ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഓർത്തു വെക്കുക, ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം, ഇംഗ്ലീഷുകാരുടെ ഭാഷ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രശ്നവുമില്ല, ഒരു വേൾഡ് ലാംഗ്വേജ് ആണ്, അത് ഇന്ത്യയിലോട്ട് വരണം എന്ന് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ഒക്കെ ലോകം ഇന്ത്യയിലോട്ട് കടന്നു വരണമെങ്കിൽ ആ ലോകത്തിന്റെ ഭാഷ നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അഡ്വക്കേറ്റഡ് ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോംസ്. ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോ അഥവാ ഹെൻറി ഡെറോസിയോ, ഡെഫിനറ്റ്ലി റിമെമ്പർ ദ നെയിം ഓഫ് ഹെൻറി ഡെറോസിയോ. ക്വസ്റ്റ്യൻ വരാൻ ഹൈ ചാൻസ് ഉള്ള ഒരാളാണ് കേട്ടോ ഹെൻറി ഡെറോസിയോ. ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ഇൻ ഇംഗ്ലീഷ്, ആദ്യത്തെ ഇന്ത്യൻ പോയറ്റ് ആണ്, ഇംഗ്ലീഷിൽ ആദ്യത്തെ പോയം എഴുതിയ വ്യക്തിയാണ് ഹെൻറി ഡെറോസിയോ. യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറി ഡെറോസിയോ കാരണമായിട്ടുണ്ട്. പിന്നെ മൈക്കേൽ മധുസൂദൻ ദത്ത്, ആകെ 1 2 3 4 5 പേരുടെ 5 റൈറ്റേഴ്സിന്റെ പേരെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കൊടുത്തതൊന്നും ഇമ്പോർട്ടന്റ് അല്ലാത്തതായിട്ടില്ല, എല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊരിക്കലും പഠിക്കാതിരിക്കരുത്. ഓക്കെ, മൈക്കേൽ മധുസൂദൻ ദത്ത്. ബ്ലാങ്ക് വേഴ്സ് ആദ്യമായിട്ട് ബംഗാളി പോയട്രിയിൽ കൊണ്ടുവരുന്നത് മൈക്കേൽ മധുസൂദൻ ദത്താണ്. ഈ റൈറ്റേഴ്സിനൊക്കെ നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മൈക്കേൽ മധുസൂദൻ ദത്താണ് ആദ്യമായിട്ട് ബ്ലാങ്ക് വേഴ്സ് ബംഗാളി പോയട്രിയിൽ കൊണ്ടുവരുന്നത്. ആദ്യം ഇയാൾ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. മൈക്കേൽ മധുസൂദൻ ദത്ത് ആദ്യം ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, പിന്നീടാണ് ഇയാൾ ബംഗാളിയിൽ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വരുന്ന ഒരാള് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ആളുടെ രാജ്മോഹൻസ് വൈഫാണ് ഇന്ത്യയിലെ ആദ്യത്തെ നോവൽ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് നോവൽ എന്ന് അറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, രണ്ട് വേർഡ്സും അനന്തമത് ആൻഡ് രാജ്മോഹൻസ് വൈഫ്. ക്വസ്റ്റ്യൻ വരാൻ ഹൈ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ പോയോ ഏത്? ആദ്യത്തെ പോയിട്ട് ആരാണ്? ആദ്യ നോവൽ എഴുതിയത് ആരാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവില്. സോ റിമെമ്പർ, ബങ്കിം ചന്ദ്ര ചാറ്റർജീസ് രാജ്മോഹൻസ് വൈഫ് ആൻഡ് അനന്തമത്. ഇതിൽ ഈ രാജ്മോഹൻസ് വൈഫാണ് ഏർലിയസ്റ്റ് നോവൽ എന്ന് അറിയപ്പെടുന്നത്. Toru Dutt, she is a woman, Indian woman, earliest Indian woman to write poetry in English. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയംസ് എഴുതിയിട്ടുള്ള ആളാണ്. ആളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് വർക്ക്സിന്റെ ലിസ്റ്റ് പേരാണ് കൊടുത്തിട്ടുള്ളത്. A sheep gleaned in French fields and Ancient Ballads and Legends of Hindustan. ഈ രണ്ട് വർക്ക്സും വളരെ ഫേമസ് ആണ്. തോറുദത്തിന്റെ ചെറിയ ചില പോയംസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ വരുന്ന ചില പോയംസ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഞാൻ കൊടുത്ത പോയറ്റുകളൊന്നും ഇത് മാത്രമല്ല കേട്ടോ, ഇവരെ പറ്റി നിങ്ങൾ കൂടുതൽ വായിക്കണം, ഇവരുടെ കൂടുതൽ വർക്ക്സിനെ പറ്റിയിട്ട് അറിയണം. ഇത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്ത് പോവാണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് റീഡ് മോർ അബൌട്ട് Michael Madhusudan Dutt, Henry Dorozio, Rajmohan Roy, and Toru Dutt, Bankim Chandra Chatterjee. ഇനി 20th സെഞ്ചുറിയിലോട്ട് വരാം. 20th സെഞ്ചുറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1901 മുതൽ ഒരു 2000 വരെയുള്ള ഒരു സമയം. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഏതാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ? ആ ഇവന്റ് എപ്പോഴാണ് നടന്നത്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഇവന്റ് എന്നാണ് നടന്നത്? That is something that happened during this time. Can someone respond? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ഏതാണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. Some responses please. ഈ 20th സെഞ്ചുറിയിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഏതാ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ? മൈ ഗോഡ്, ആരും ഇല്ലേ ഇത് പറയാൻ? Can someone respond? Are you guys there? Yeah. Okay, Shifa, good. Thank you. So, independence. Indian independence that happened during the Indian Independence Declaration happened in 1947. അപ്പം ഈ ഒരു മെക്കാളെ മിനിറ്റ്സോ 20th സെഞ്ചുറിയിലോ ഇന്ത്യക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 20th സെഞ്ചുറിയിലാണ് മെക്കാളേസ് മിനിറ്റ്സ് വരുന്നത്. അത് 19th സെഞ്ചുറിയിലാണ്, 1835 ആണ്. 20th സെഞ്ചുറി എന്ന് പറയുമ്പം 1900 അവിടെ നിന്ന് അങ്ങോട്ടാണ് 20th സെഞ്ചുറി പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയി പോയത് കേട്ടോ സെഞ്ചുറികൾ പറയുന്ന സമയത്ത്. അപ്പം 18th സെഞ്ചുറി എന്ന് പറയുന്നത് 1700 ആയിരിക്കും. ഒരു വർഷം ഒരു നമ്പർ ബാക്കോട്ട് നോക്കിയാൽ മതി. 19th സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് 1800, 1800s. 19th സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് 1900s. ഓക്കെ, അപ്പൊ 19th സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് 1800s, 20th സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് 1900s. So right now we are talking about 1900s and 20th century where Indian nationalism was growing. ഇന്ത്യയിൽ നാഷണാലിസം എന്ന് പറയുന്ന ഒരു വികാരം ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നേഷൻ തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അതിനു മുൻപ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വാഗായിട്ട് പരന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്നത്തെ ബംഗാൾ ഉൾപ്പെടെ, ഇന്നത്തെ വെസ്റ്റ് ബംഗാളും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന വളരെ പരന്നു കിടക്കുന്ന ഒരു എന്താ പറയാ പാതി ഐലൻഡ് പോലെ കിടക്കുന്ന അങ്ങനത്തെ ഒരു എന്താ പറയാ വാഗായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്നത്തെ ഇന്ത്യ മുൻപ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ വരുന്നവരെ ഇവിടെ പരസ്പരം തമ്മിലടിക്കുന്ന കുറച്ച് രാജാക്കന്മാരും അണികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. This nation was already divided by language,
ആൻഡ് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഹെറിറ്റേജ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ വേറെ ആളുകളായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ് ശരിക്കും ബ്രിട്ടീഷുകാരുണ്ടായ ശേഷം, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയ ശേഷമാണ് ആദ്യമായിട്ട് ഇന്ത്യ നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അപ്പൊ ഇന്ത്യൻ നാഷണാലിസം ഉണ്ടായി തുടങ്ങി, ദ റൈസ് ഓഫ് നാഷണാലിസം. And also during this time happened the partition of Bengal. Okay, partition of Bengal ഉണ്ടായി. അതുപോലെ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായി. ഇതൊക്കെ ഇന്ത്യയിൽ നടന്ന കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് യു നോ അബൌട്ട് ഇറ്റ് ഓൾറെഡി. ജാലിയൻ വാലാബാഗ് അറ്റ്ലീസ്റ്റ് യു നോ. 1919 ജാലിയൻ വാലാബാഗ് നടന്നു. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന INC എന്ന് പറയുന്ന ഒരു പാർട്ടി വിച്ച് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, എവ്രി വൺ വെർ പാർട്ട് ഓഫ്. അപ്പം ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടായി തുടങ്ങി, നാഷണാലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായി തുടങ്ങി. ആ സമയത്ത് ഉണ്ടായിരുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, വളരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവന്റ് ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് കുടുംബക്കാരെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ഇവന്റ് ആണ്. അപ്പം ഈ ബംഗാൾ പാർട്ടീഷനെ പറ്റിയിട്ടുള്ള നോവൽസിന് നമ്മൾ പാർട്ടീഷൻ നോവൽസ് എന്ന് പറയും. നമ്മൾ ആ പാർട്ടീഷൻ നോവൽസ് ഏതാണെന്ന് ഒരു തവണ നമ്മളൊരു റൈറ്ററെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് യു ടു സ്റ്റഡി പാർട്ടീഷൻ നോവൽസ്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഏതൊക്കെയാണ് പാർട്ടീഷൻ നോവൽസ്. ആ പാർട്ടീഷൻ നോവൽസിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചില ഇന്ത്യൻ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള പാർട്ടീഷൻ നോവൽ. സോ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ. ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്യുന്ന, അവർ കൊണ്ടുവരുന്ന ഡ്രസ്സ് ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ കൈത്തറി കൊണ്ട് ഉണ്ടാക്കുന്ന, നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന, കൈത്തറി ആയിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ ചർക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ പേരാണ് സ്വദേശി മൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ നാഷണാലിസവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ജാലിയൻ വാലാബാഗ് അറിയാലോ. ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ഥലത്ത് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടിയ ഒരു കൂട്ടം ജനങ്ങളെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ, ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഇവന്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് കൊണ്ടുണ്ടായ ഒരു ഇഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടുള്ള ഒരു ഇന്ത്യൻ സെന്റിമെന്റിനെ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ജാലിയൻ വാലാബാഗിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ക്രുവൽറ്റിയുടെ എക്സ്ട്രീം ആയിരുന്നു ജാലിയൻ വാലാബാഗ്. അപ്പൊ സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് കൂടി പ്രതിഷേധിക്കുന്ന ആളുകളെ ചുട്ടുകൊന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആന്റി ബ്രിട്ടീഷ് സെന്റിമെന്റ്സും ഒരു നാഷണാലിസ്റ്റിക് ഫീലിംഗും ഉണ്ടായി വന്നു. And role of talking about the role of English in the nationalist movements. അങ്ങനെ ആ സമയത്ത് ഉണ്ടായി വന്ന ഒരുപാട് നാഷണാലിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട്. ആ നാഷണാലിസ്റ്റ് മൂവ്മെന്റ്സിൽ വരുന്ന ഒന്നെന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ തന്നെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇന്ത്യൻ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇസ് നോട്ട് ആൻ ഇന്ത്യൻ ഐഡിയ, ഇറ്റ് ഈസ് എൻ അമേരിക്കൻ ഐഡിയ. അതേസമയം അമേരിക്കയിൽ എന്ത് നടക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പുതിയ റൊമാൻറ്റിസത്തിന്റെ വേറൊരു വേർഷൻ അമേരിക്കയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ഒരു റൈറ്ററാണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ, അതിനെ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്നൊക്കെ ഇവിടെ പറയും. എന്തല്ല, ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ത്യൻ വേർഷൻ ആണ് ഇവിടെ വന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ പേര് തന്നെ അല്ലെ, ക്വിറ്റ് ഇന്ത്യ. ഒരു ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഇവരൊക്കെ they used English to communicate their ideas internationally. അപ്പൊ ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല ചെയ്തത്. എഴുത്തിലൂടെ ആയാലും സ്പീച്ചിലൂടെ ആയാലും they use the language of colonizer itself to get rid of colonization. കോളനൈസേഷനിൽ നിന്ന്, അന്നത്തെ ഇമ്പീരിയലിസത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഭാഷ ഉപയോഗിച്ചിട്ട് ലോകത്തിൽ മൊത്തം പലയിടങ്ങളിലും പ്രസംഗിക്കുകയും ഇന്ത്യൻസ്, ലോകമെമ്പാടുമുള്ള ഇന്ത്യൻസിന് ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഫൈറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളാണ് ഇവർ 3 പേരും. സോ റിമെമ്പർ ദ റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ ദി നാഷണാലിസ്റ്റ് മൂവ്മെന്റ്സ്. ആൻഡ് ജസ്റ്റ് പറഞ്ഞു പോവാം,
20th സെഞ്ചുറിയിലെ റൈറ്റേഴ്സ്. രവീന്ദ്രനാഥ് ടാഗോർ, യു ഓൾറെഡി നോ ദാറ്റ് രവീന്ദ്രനാഥ് ടാഗോർ റോട്ട് മെനി അതർ വർക്ക്സ്. ഇവിടെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗീതാഞ്ജലി, definitely, which is considered as a masterpiece written by Rabindranath Tagore. And for that work, he received Nobel Prize in Literature. The year is important. Yeah, Wagon Tragedy include ചെയ്യാത്തതല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്തെന്നുള്ളൂ. Questions will not come from this part. This is just for you to understand. Sorry for missing out Wagon Tragedy. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. നോബൽ പ്രൈസ്, വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണെന്ന് അറിയോ? വാഗൻ ട്രാജഡി ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ കേരള, ദാറ്റ് ഈസ് എസ്പെഷ്യലി ഇൻ മലപ്പുറം. മലപ്പുറത്താണ് വാഗൻ ട്രാജഡി നടന്നിട്ടുള്ളത്. ആൻഡ് വേറെയും ഈ ഉപ്പു സത്യാഗ്രഹം ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് തന്നെയാണ്. പറയാനാണെങ്കിൽ ആക്ച്വലി ദർ ഈസ് മോർ ടു സേ. Okay, so Rabindranath Tagore's Geetanjali, Nobel Prize in English Literature, definitely remember the year 1913. Okay, 1913 Nobel Prize in Literature. ഇതില് ഈ പറയുന്ന ഒരു വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഗീതാഞ്ജലിയിൽ കാണാൻ വേണ്ടി പറ്റുക. പിന്നെ അതിന് നൊബേൽ പ്രൈസ് കിട്ടി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വി ആർ ലേണിംഗ് ഇറ്റ് ഫ്രം എ ലിറ്റററി പെർസ്പെക്റ്റീവ്. സോ ഇന്ത്യയിലെ ഒരു വർക്ക് ഒരു ഗ്ലോബൽ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലാണല്ലോ നൊബേൽ പ്രൈസ് കിട്ടുക. സോ വി അണ്ടർസ്റ്റാൻഡ് രവീന്ദ്രനാഥ് ടാഗോർ വാസ് വെൽ നോൺ ഫിഗർ ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ് ബൈ ദ ടൈം. സോ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻസ് മിക്സ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതിലുള്ളത്. ഗീതാഞ്ജലി, റിമെമ്പർ ദ ഇയർ, റിമെമ്പർ ഇറ്റ് ഗോട്ട് നൊബേൽ പ്രൈസ്. സരോജിനി നായിഡു, ഫസ്റ്റ് ഫീമെയിൽ ഇന്ത്യൻ പോയറ്റ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ഇന്ത്യൻ പോയറ്റ് ആണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള. ഇന്ത്യയിൽ ഇതിനു മുൻപും പോയറ്റ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ പോയറ്റ് സരോജിനി നായിഡു. ഹർ ഇമ്പോർട്ടന്റ് വർക്ക് ഇസ് ദ ഗോൾഡൻ ത്രെഷോൾഡ്. There are definitely other works written by her. You have to study more about Rabindranath Tagore and Sarojini Naidu. I hope you are studying it in the English, Indian English history, Indian English literature. മുൽക്രാജ് ആനന്ദ് ഉണ്ട്, R.K. നാരായണൻ. മുൽക്രാജ് ആനന്ദും R.K. നാരായണനും രാജാ റാവും ഈ സമയത്ത് ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് ആണ്. രാജാ റാവു എഴുതിയിട്ടുള്ള ഒരു ഫേമസ് വർക്ക് ഏതാ, നിങ്ങൾ പഠിച്ചോ? രാജാ റാവുടെ ഫേമസ് വർക്ക് ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? വെരി വെരി ഇമ്പോർട്ടന്റ് വർക്ക് റിട്ടൺ ബൈ രാജാ റാവു. നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പറയുന്ന സമയത്തും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. കാന്തപുര, R.K. നാരായണനും ഗ്ലോബൽ ലെവലിൽ അന്ന് ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റർ ആണ്. മുൽക്രാജ് ആനന്ദ് ഓൾസോ ഈസ്. സോ ഇവരൊക്കെ ഇന്ത്യൻ ഫിക്ഷനിൽ 1930s ഒരു പുതിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ്. ആൻഡ് ഇവരുടെ വർക്കുകളുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ 3 പേരുടെയും വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യൻസ് സ്ട്രഗിൾ ചെയ്തത് എങ്ങനെയൊക്കെയാണെന്ന് ഇവരുടെ വർക്ക്സിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അന്നത്തെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾസ് ആണ് ഈ വർക്ക്സിലൊക്കെ ഉള്ളത്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡിബേറ്റ്സ് ആൻഡ് പോളിസീസ്, കുറെ പോളിസീസ് വന്നു. കാരണം പുതിയതായിട്ട് എന്താ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻസ് വരിക അധികവും പ്രീ ഇൻഡിപെൻഡൻസ് ആയിരിക്കും. ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഈ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ. കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് വർക്ക്സ് വരുന്നുണ്ട്. പക്ഷെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ബി ആസ്ക്ഡ് ഫ്രം പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്. പക്ഷെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇതും കൂടെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. Okay. So talking about the post-independence period, എന്തായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഇംഗ്ലീഷിന്റെ ഒരു റോള്? ഒന്ന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതോടുകൂടി ഇംഗ്ലീഷ് ഭാഷ മാറി ഹിന്ദി ആയി ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരു 15 ഇയേഴ്സോളം ഒരു അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് കൂടെ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് 1963 ഇംഗ്ലീഷിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ആക്ട് വന്നു. ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എഡ്യൂക്കേഷനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷ് എന്തിന്റെ ഇഫക്റ്റ്? ഈ ആക്ടിന്റെ ഇഫക്റ്റ് അല്ല ഞാൻ പറയുന്നത്,
ഇംഗ്ലീഷ് ഭാഷയുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഡെഫിനറ്റ്ലി ഇൻ ദി ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. IITs, IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക IITസും IIMലും എല്ലായിടത്തും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. സോറി, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഇപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ് മീഡിയം ആയിട്ട് തുടരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരു മേഖല ഹയർ എഡ്യൂക്കേഷൻ ആണ്. നോട്ട് ജസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ, ഈവൻ ഇൻ ദി ബിസിനസ് സെക്ടർ, ഈവൻ in all the other sectors we use English for the purpose of communication these days. പിന്നെ ഒരു 3 ലാംഗ്വേജ് ഫോർമുല ഉണ്ടായി 1968. Until 1968 it's not there. 1968 ആദ്യമായിട്ട് ഒരു 3 ലാംഗ്വേജ് ഫോർമുല ഉണ്ടാവുന്നത്. അത് ആ സമയത്ത് പുതിയൊരു എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവന്നു. കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കമ്മീഷൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി, കോത്താരി അല്ല കേട്ടോ, സോറി, ഇന്ത്യയുടെ ആദ്യത്തെ, ഇന്നിപ്പോ ഈ അടുത്തിപ്പോ 2020 ഒരു എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. 2020 ഇപ്പൊ നമ്മള് ഡിഗ്രി 4 വർഷം ആവുന്നു, BEd 4 വർഷം ആവുന്നു എന്നൊക്കെ പറയുന്ന, BEd 2 വർഷം ആവുന്നു, അങ്ങനെ പറയുന്ന ഈ കോൺട്രവേഴ്സീസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ കേരളത്തിലും ഡിഗ്രി 4 വർഷമായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോളിസീസ് ഒക്കെ വരുന്ന ഇപ്പൊ ഈ 2020 വന്നത് ലാസ്റ്റ് പോളിസിയാണ്. അതിനു മുൻപ് ഒരു പോളിസി 1986 അതിനു മുൻപ് 1968 വന്നു. അപ്പൊ ആദ്യമായിട്ട് വന്ന എഡ്യൂക്കേഷൻ പോളിസി 1968 പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ. ആ ഒരു പോളിസിയിലാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒരു റീജിയണൽ ലാംഗ്വേജും ആയിരിക്കണം സ്കൂളുകളിലെ ഭാഷ എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ SSLC വരെ എന്ത് ചെയ്യുന്നത്, ഹിന്ദിയും ഇംഗ്ലീഷും, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ മലയാളവും പഠിക്കുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് കുറച്ച് റൈറ്റേഴ്സിന്റെ പേരും അവരുടെ വർക്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് 1950s നിന്ന് അങ്ങോട്ട്. ഫിക്ഷൻസിൽ വരികയാണെങ്കിൽ RK നാരായണനുണ്ട്. മാൽഗുഡി ഡേയ്സും ദ ഗൈഡ് ഒക്കെ RK നാരായണന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. മുൽക്രാജ് ആനന്ദിന്റെ അൺടച്ചബിളും, കൂലി, രാജാ റാവുവിന്റെ കാന്തപുര. പോയട്രിയിലോട്ട് വരാണെങ്കിൽ നിസിം ഇസിക്കിയൽ ഈസ് ദെയർ, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. കമലാദാസിന്റെ ഫെമിനിസ്റ്റ് തീം വരുന്ന മൈ സ്റ്റോറി. AK രാമാനുജന്റെ പോയട്രീസ് ആൻഡ് ഹിസ് ട്രാൻസ്ലേഷൻസ്. പിന്നെ ഡ്രാമയിലോട്ടാണെങ്കിൽ ഗിരീഷ് കർണാട്, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഗിരീഷ് കർണാടിന്റെ തുഗ്ലക്, ഇന്ത്യൻ മിത്തോളജി ബേസ് ചെയ്തിട്ടുള്ള കുറെ തിയേറ്റർ വർക്ക്സുമായിട്ട് വന്ന ഗിരീഷ് കർണാട്. മഹാഷ് ദത്തനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി LGBTQ തീംസ് വരുന്ന ഒരാളാണ്. 21st സെഞ്ചുറിയിലാണെന്നുണ്ടെങ്കിൽ വി നോ അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് നമുക്കറിയാം ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഇസ് ദി ബുക്കർ പ്രൈസ് റെസിപ്പിയന്റ് ഓഫ് 1981. ആൻഡ് ദ പുലിറ്റ്സർ പ്രൈസ് വിന്നർ റെസിപ്പിയന്റ് ജുംബ ലാഹിരിയുടെ ഇന്റർപ്രറ്റർ ഓഫ് മെലഡീസ്. ഇതൊക്കെ നമ്മൾ ഇനിയും പഠിക്കും. ഏത്, ഈ ബുക്കർ പ്രൈസ്, പുലിറ്റ്സർ പ്രൈസിന്റെ ലിസ്റ്റ് നമ്മൾ ഇനി ഒരു സെഷൻ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ഈ ഇന്ത്യൻ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഈ ചോദിക്കാൻ ചാൻസ് ഉള്ളതായതുകൊണ്ടാണ് എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആലോചിക്കാം. ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള വർക്ക് ആരാ എഴുതിയത്? അരുന്ധതി റോയ്. സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981. ഇയർ ഓൾസോ യു ഹാവ് ടു സ്റ്റഡി. കമ്മിങ് ടു ദ അവാർഡ്സ്. ജുംബ ലാഹിരി 1999 ബുക്കർ പ്രൈസ് ആണോ? അല്ല, പുലിറ്റ്സർ പ്രൈസ് ആണ്. പിന്നെ ചേതൻ ഭഗത്, അമീഷ് ത്രിപാഠി, രൂപി കൗർ എന്നൊക്കെ പറയുന്ന കുറെ പോപ്പുലർ ഫിക്ഷൻ റൈറ്റേഴ്സ് ആൻഡ് പോയിറ്റ്സ് ആർ ദെയർ. പിന്നെ പറയാനുള്ളത് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആരെയെന്നറിയാം? ഈ ദളിത് റൈറ്റേഴ്സ്, LGBTQ റൈറ്റേഴ്സ്, വിമൻ റൈറ്റേഴ്സ്, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഒക്കെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ മാർജിനലൈസ്ഡ് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ കൂടെ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മാർജിനലൈസ്ഡ് വോയിസിൽ വരുന്ന കുറച്ച് റൈറ്റേഴ്സും അവരുടെ പേര് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ റൈറ്റേഴ്സിന്റെ പേര്, ആ റൈറ്ററിന്റെ പേര് നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് ഓർത്താൽ മാത്രം മതി, കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഇവരൊക്കെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റൈറ്റേഴ്സ് ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദിസ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദീസ്. ഇപ്പൊ ഈ പറയുന്ന ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. അരുന്ധതി റോയ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ്. അപ്പൊ ഇതിൽ കാണുന്നത് മാത്രം വായിച്ചാൽ പോരാ,
ടേക്ക് ഇറ്റ് ആസ് എ ഗൈഡ് ടു സ്റ്റഡി. അപ്പൊ ദളിത് ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞു, ദളിത്സിന്റെ കാസ്റ്റ് ഒപ്രഷൻ, അൺടച്ചബിലിറ്റി, നമ്മുടെ മുൽക്രാജ് ആനന്ദിന്റെ വർക്ക്സിലൊക്കെ കാണുന്ന അൺടച്ചബിലിറ്റി, കാസ്റ്റ് ഒപ്രഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വർക്ക്സ് which discusses about the sufferings of Dalit people in India, which discusses about the discrimination against the Dalit people in India, which discusses about their identity crisis. അങ്ങനത്തെ വർക്ക്സിന് നമ്മൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന കുറച്ച് ദളിത് റൈറ്റേഴ്സിന്റെ പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓം പ്രകാശ് വാൽമീകി, 1997 വന്ന ജൂതനാണ് ആളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. ജൂതൻ എന്താണ്, കുറച്ചുകൂടി ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ജൂതൻ, ഒരു മെമ്മോയർ ആണ് ജൂതൻ എന്ന് പറയുന്നത്. പിന്നെ ബാമയുടെ കറുക്ക്, ബാമ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിട്ടുള്ള കറുക്ക്, ഇത് എഗെയിൻ ആൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ. കറുക്ക് എന്ന് പറയുന്ന ബാമ ഫോസ്നയുടെ നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. നരേന്ദ്ര ജാദവ് എന്ന് പറയുന്ന റൈറ്ററുടെ അൺടച്ചബിൾസ്, സുജാത ഗിഡ്ലയുടെ ആൻസ് എമംഗ് എലിഫന്റ്സ്. ഇത്രയാണ് ദളിത് റൈറ്റേഴ്സ്. ഇത് കുറച്ച് ട്രൈബൽ റൈറ്റേഴ്സ് ആണ്. ഇവരെല്ലാവരും ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് GN ദേവി ഈസ് വെരി ഇമ്പോർട്ടന്റ്. GN ദേവി, ആഫ്റ്റർ അംനേഷ്യ, നിർമ്മല പുത്തൂൾ, സോങ്സ് ഓഫ് ദ ഫസ്റ്റ് റെയിൻ, ഹൻസ്റ്റ, ശേഖർ, മിസ്റ്റീരിയസ് എയിൽമെന്റ് ഓഫ് റുപ്പി ബാസ്കി, ഈസ്റ്ററൈൻ കെയർ, നാഗ വില്ലേജ് റിമെമ്പേർഡ്. ഇത് ട്രൈബൽ ലിറ്ററേച്ചർ ആണ്. അതായത് നമ്മൾ ആദിവാസികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രൈബൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ എഴുതിയിട്ടുള്ള വർക്ക്സ്. ഓക്കെ, പിന്നെ വരുന്നത് വിമൻ റൈറ്റേഴ്സ്. വിമൻ റൈറ്റേഴ്സിൽ ഡെഫിനറ്റ്ലി യു വിൽ റിമെമ്പർ കമല ദാസ്, ആൻഡ് യു ഓൾറെഡി നോ ദാറ്റ് മൈ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഹർ. അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ, ശശിദേശ് പാണ്ഡെ, ദ ഡാർക്ക് ഹോൾഡ്സ് നോ ടെറേഴ്സ്, അരുന്ധതി റോയ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ ഒരു വർക്കിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. മീന കന്ദസ്വാമിയുടെ വെൻ ഐ ഹിറ്റ് യു. ഞാൻ ഈ ലിസ്റ്റ് വായിച്ചു പോകുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു റൈറ്ററുടെ പേര് ദളിത് ആൻഡ് ട്രൈബൽ ഡിഫറെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദളിത്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ട്രൈബൽ വർക്ക്സിനെയും പറയാറുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് കണക്റ്റഡ്. ദളിത്സ് ആൻഡ് ട്രൈബൽ റൈറ്റിംഗ്സ് ആർ കണക്റ്റഡ്. ഇതിൽ എന്നാലും ഈ ദളിത്സിൽ തന്നെ അതിന്റെ ഒരു ഇൻക്ലൂഡഡ് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ട്രൈബൽ റൈറ്റിംഗ്സ് ഇപ്പോൾ എടുത്തു പറയാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. വളരെ റീസെന്റ് ആയിട്ടാണ് ട്രൈബൽ ലിറ്ററേച്ചർ നമ്മളിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ GN ദേവി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പിന്നെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ്, വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് കമലാദാസ് ഉണ്ട്, അനിത ദേശായി, അരുന്ധതി റോയ്, മീന കന്ദസ്വാമി. LGBTQ റൈറ്റേഴ്സിൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഒന്നും ചോദിക്കില്ല, പക്ഷെ അതിൽ ആ ഫസ്റ്റ് കൊടുത്തിട്ടില്ലേ വിക്രം സേതിന്റെ സ്യൂട്ടബിൾ ബോയ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് മാത്രമാണ്. ഓക്കെ, ഈ രീതിക്ക് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ബാക്കി ഒന്നിനും ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ റീഡ് ആൻഡ് യു ക്യാൻ ബൈ ഹാർട്ട് എവറിത്തിങ്. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ആളുകൾ, ഈ ദളിത് ലിറ്ററേച്ചറിൽ വരുന്ന എല്ലാവരെയും കാണാതെ പഠിക്കുക, വിമൻ റൈറ്റേഴ്സിൽ വരുന്ന എല്ലാവരും കാണാതെ പഠിക്കുക, ട്രൈബൽസിൽ GN ദേവി മാത്രം, LGBTQ വിക്രം സേതു മാത്രം. ഓക്കെ, സോ നൗ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ പാർട്ട്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതുവരെ ഞാൻ പറഞ്ഞതിൽ? ഇതെങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഒരു സംശയമുണ്ടോ? നിങ്ങൾ ഓൾറെഡി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന റൈറ്റേഴ്സിനൊക്കെ നിങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഓൾറെഡി നിങ്ങളൊരു പോർഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചത് വീണ്ടും വീണ്ടും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. This is the first question. ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിലില്ല, എന്നാലും ഞാൻ കുറച്ചുകൂടി ജനറൽ ആയിട്ട് ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്കസ് ചെയ്തതിൽ ഈ വർക്ക് ഉണ്ട്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ദളിത് ഓട്ടോബയോഗ്രഫി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഇതിൽ കുറച്ച് ഫേമസ് ആയിട്ട് ആ സമയത്ത് വന്ന ഒരു ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ജൂതനായിരുന്നു. ഓക്കെ, ജൂതൻ ബൈ ഓം പ്രകാശ് വാൽമീകി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ജൂതൻ എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇത് വരും കേട്ടോ, എന്തായാലും എക്സാമിന് ചോദിക്കും 100% എന്ന് ഞാൻ പറയുന്നു. പക്ഷെ എന്തായാലും പഠിച്ചു വെക്കണം നിങ്ങൾ. ചോദിച്ചിട്ടില്ലെങ്കിലും എന്തായാലും പഠിച്ചു വെക്കണം. Who was credited with introducing English education in India through the famous 1835 policy? എല്ലാവരും ചാറ്റിൽ വന്നേ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വിടാം. There is a confusion regarding this. എല്ലാവരും ഒന്ന് ചാറ്റിൽ വന്നേ, പ്ലീസ് റെസ്പോണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് 1835 ഇയർ ഓർത്ത് വെക്കാൻ. നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ഈ വുഡ്സ് ഡിസ്പാച്ചും ചാൾസ് ഡിസ്പാച്ചും ഒക്കെ ആയിരിക്കണം കേട്ടോ. Yeah, the answer is Lord Macaulay's Minutes on Education that came in 1835. ഇയർ മാറിപ്പോയത്. 1835 1935 വന്നു കഴിഞ്ഞാൽ 1835 ആണെന്ന് ആലോചിക്കാം. 1935 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്കും. ഇതൊക്കെ ഒരു ഏർലി ടൈമിൽ വന്നതാണെന്ന് ഓർത്ത് വെക്കാം. Which of the following acts led to the establishment of modern universities in India? നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യയിലെ മോഡേൺ യൂണിവേഴ്സിറ്റീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് കാരണമായിട്ടുള്ള ഒരു കമ്മീഷൻ. ഇതിലാകെ 2 കമ്മീഷനെ നമ്മളിവിടെ മെൻഷൻ ചെയ്യെങ്കിലും ചെയ്തിട്ടുള്ളൂ. അതിൽ ചാർട്ടർ ആക്ട് നമുക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ചാർട്ടർ ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വുഡ്സ് ഡിസ്പാച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു അതിന്റെ ഇയർ അടക്കം പഠിക്കണം. 1854. ഇറ്റ് ഈസ് അണ്ടർ ദ കമ്മിറ്റി ഓഫ് ചാൾസ് വുഡ്സ്. ചാൾസ് വുഡ് എന്ന് പറയുന്ന ആളുടെ കീഴില്. എന്തായിരുന്നു ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓർക്കുന്നുണ്ടോ? ദി ഫീമെയിൽ എഡ്യൂക്കേഷൻ, വെർനാക്കുലർ ലാംഗ്വേജ് ഇൻ പ്രൈമറി സ്കൂൾസ്. Another question. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാർട്ടർ ആക്ട് 1813 വന്ന ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് വേറെ ഉണ്ട്. 1813 മാത്രമല്ല ചാർട്ടർ ആക്ടുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, ചാർട്ടർ ആക്ട് വന്നിട്ടുള്ളത് 1813 മാത്രമല്ല. ഈ 1813 വന്ന ചാർട്ടർ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കൊണ്ടുവന്ന ഒരു ചാർട്ടർ ആക്ട് ആണ്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. എസ്റ്റാബ്ലിഷിംഗ് ദി ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അതല്ല എന്നാണ് നമ്മൾ ആദ്യം ഓർപ്പിക്കേണ്ടത്. കാരണം എന്താ? ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ 1857 വരുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചില്ല. അപ്പൊ ആ ഒരു ഓപ്ഷൻ തന്നെ എലിമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇത് അറിയാത്തൊരു ചോദ്യമാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഓപ്ഷനാണ് നിങ്ങൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. മേക്കിംഗ് ഇംഗ്ലീഷ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ആണോ? ഒരിക്കലല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന സമയത്ത് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റിയില്ലേ? അപ്പൊ പിന്നെ ഫസ്റ്റത്തെ 2 ഓപ്ഷൻസ് ഉള്ളത്. ഇൻട്രൊഡ്യൂസിങ് ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അന്നത്തെ ആ ഒരു കാലഘട്ടത്തില് ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലോട്ട് ഒരു 1 lakh ഇന്ത്യൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് സ്പെൻഡ് ചെയ്തു എന്നാ പറയുന്നത്. ഏത് കാലം? അന്തകാലം. 1813 ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം. അന്നത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എത്ര ക്രോർസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ 1 ലക്ഷമാണ് ഇവർ ഇവിടുത്തെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ടായിട്ട് ഇവര് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fiza, yeah, I see your question. I'll share. 1 second. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ.
Please reply in the chat box. Which of the following was one of Rajaram Mohan Roy's major contribution to Indian education and literature? സാൻസ്കൃത് ഓവർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ല നമുക്ക് ഉറപ്പിക്കാം. കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് ആര് ഇമ്പോർട്ടൻസ് കൊടുത്തത്? രാജാറാം മോഹൻ റോയ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഫസ്റ്റ് ഹിന്ദി ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ നമുക്കറിയില്ല. അഡ്വക്കസി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും ആണ്. ഓക്കെ, രണ്ടെണ്ണം ശരിയാണ്. ഇന്ന് നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ രാജാറാം മോഹൻ റോയുടെ എഫേർട്സ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നതിലും രാജാറാം മോഹൻ റോയുടെ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അഡ്വക്കസി ഫോർ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ ഈ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പുതിയ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി ചാർട്ടർ ആക്ട് എന്താണെന്ന് ആരോ ചോദിച്ചു. ചാർട്ടർ ആക്ടിൽ പറയാനുള്ളത് ഒരൊറ്റ കാര്യം ഓർത്തു വെച്ചാൽ മതി. ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ 1813 ഒരു 1 lakh rupees ആര് കൊടുത്തു? ഈ ഇംഗ്ലീഷ് ഗവൺമെന്റ് ഇന്ത്യയിലോട്ട് കൊടുത്തു. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിറ്റററി സയന്റിഫിക് നോളേജ്, ഇന്ത്യയിലുള്ള ലിറ്റററി സയന്റിഫിക് നോളേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് അവിടെ നിന്ന് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ റിക്വസ്റ്റ് കൊടുക്കുകയും അവര് അത് ഫയൽ ചെയ്ത് പാസ്സാക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ സ്റ്റെപ്പായിരുന്നു, മനസ്സിലായി? ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്ന് ആലോചിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ആകെ പോസിറ്റീവായിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈസ ഇറക്കി എന്നുള്ളതാണ്. പിന്നെ ഈ പൈസ ഇറക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ക്രിസ്ത്യൻ മിഷനറീസ് ഇൻ ഇന്ത്യ. ക്രിസ്ത്യൻ മിഷനറീസ് ഹു ട്രാവൽ ടു ഇന്ത്യ ടു പ്രീച്ച് ദെയർ റിലീജിയൻ. അവരുടെ മതം ഇവിടെ സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മിഷനറീസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവരുടെ ഒരു എഫേർട്ട് കൂടി എടുത്തിട്ടാണ് ഈ പറയുന്ന ഒരു എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായത്. സോ ചാർട്ടർ ആക്ട് ഓർത്ത് വെക്കാൻ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരു റൂളായിരുന്നു എന്ന് ചാർട്ടർ ആക്ടിന്റെ കാര്യത്തിൽ ഓർത്ത് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർട്ടർ ആക്ട് ഈ 1813 ചാർട്ടർ ആക്ട് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, വേറെയും ചാർട്ടർ ആക്ടുകൾ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു 1813 വരുന്ന ചാർട്ടർ ആക്ട് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ചാർട്ടർ ആക്ട് ഈ പൈസയുടെ കാര്യം ഓർത്ത് വെക്കാം. നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുള്ള റൂളാണെന്ന് ഓർത്ത് വെക്കാം. അതേപോലെ ഇയർ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ആ വർഷമാണ് 1813. Any other doubts? ആരെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. നമ്മുടെ സെഷൻ ഇനിയും ഉണ്ടായിരിക്കും. നമുക്ക് വേറെ ലിറ്റററി ട്രെൻഡ്സിനെ പറ്റി, അവാർഡ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ലെഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ ഈ 5th ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് ഇവിടെ രാജാറാം മോഹൻ റോയുടെ അഡ്വക്കസി ഫോർ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത് മാത്രം ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു ഈ പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാജാറാം മോഹൻ റോയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് ഡിഫറെന്റ് ആണ്. രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആൻഡ് രാജാറാം മോഹൻ റോയ്, ബട്ട് ദ ഫൗണ്ടർ ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ. മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന വേറൊരാളാണ്.
ഇവിടെ അഡ്വക്കസി ഫോർ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ സയന്റിഫിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അതിൽ രാജാറാം മോഹൻ റായ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം ഓർത്ത് വെക്കാം. ഓക്കെ, റിമെമ്പർ ഹി വാസ് ഓൾസോ എ ജേർണലിസ്റ്റ്. രാജാറാം മോഹൻ റോയിയെ പറ്റിയിട്ട് കുറച്ചധികം വായിക്കണം. ഇതിൽ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയിട്ടൊക്കെ ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വിൽ ബി ദെയർ ഫ്രം രവീന്ദ്രനാഥ് ടാഗോർ. ദർ ആർ മെനി വർക്ക്സ് റിട്ടൺ ബൈ ഹിം. യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. നിങ്ങളുടെ ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഈ ഒരു ഹിസ്റ്ററി അല്ല, നിങ്ങൾ പഠിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ നോട്ട് വളരെ കുറച്ച് ക്ലാരിറ്റിയിൽ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബിക്കോസ് വെരി റീസെന്റ് ദേ സ്റ്റാർട്ടഡ് ടു ആസ്ക് മോർ ഫ്രം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ബ്രിട്ടീഷ് എത്ര പഠിച്ചു കഴിഞ്ഞാലും ചോദ്യങ്ങൾ വരില്ല, നല്ല ചോദ്യങ്ങൾ വരും. ബട്ട് ഡെഫിനറ്റ്ലി ഒരു 50-50 ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനും അതുപോലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനും കൊടുക്കുക. So I'm ending the session in case if you don't have any doubts.